ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കടലക്കറി. എല്ലാ സാധനങ്ങളും ആദ്യമാണ്. അതിൻ്റെ ആദ്യഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് സ്പൈസസിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ അടുപ്പിലേക്ക് ഇത് മാറ്റാമെന്ന്. ഫുൾ ഓഫ് റിസ്ക് ആണ്, എനിക്ക് പേടിയിട്ട് ചെറുതായിട്ട്. നല്ല കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ആള് വേറെ ഏതോ സൈഡുള്ള കോട്ടയം സൈഡാന്ന് തോന്നുന്നുണ്ട്. വില്ലേജ് സ്പൈസസിലെ ചേട്ടനെ 1.1 മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ട് ആ വീഡിയോയ്ക്ക്, കടലക്കറിക്ക്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വേറൊരു വേഷനാണ് ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യാം. അപ്പം നമ്മൾ വേണമെങ്കിൽ ബാച്ചിലേഴ്സിന് എൻ്റെ കൂടെ കൂടാം. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ ഫോണേ ഉള്ളത് കൊണ്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കാന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കറിൽ തലേദിവസം കടല വെള്ളത്തിലിടണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കടല നന്നായിട്ട് വെക്കണം. അപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ അവർ കുറച്ച് ദിവസം മുന്നേ കുക്ക് ചെയ്യണേക്കാൾ ഇത്തിരി നേരം മുമ്പ് കുറച്ച് ചൂടുള്ള അരിക്ക് ഒഴിച്ചു വെക്കും. അപ്പം എന്താ നന്നായിട്ട് കടല സോഫ്റ്റ് ആവുന്നതാണ് കേട്ടോ പറയണേ. അപ്പം അങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി എടുക്കുക. ചീനച്ചട്ടി എടുത്തിട്ട് നിൽക്കട്ടെ, ഞാൻ ഇളക്കാനുള്ള കാര്യം എടുക്കട്ടെ. ഓക്കെ, എന്താ അതിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ഇതിന് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, കയ്യിലെടുത്തു. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി എടുക്കുന്നു. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത്തിരി ഉള്ളൂ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഹലോ, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ ഞാൻ കുക്ക് ചെയ്യാതെ തന്നെ വേറൊരു കാര്യം, എനിക്ക് സവോളയുടെ പച്ചമണം ഇതൊന്നും തീരെ പറ്റില്ല. അപ്പം അമ്മ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവം തന്നെ വരാ എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ തുടക്കക്കാരിയുടെ ചാബല്യങ്ങളായിട്ട് കണ്ടാൽ മതി നിങ്ങളിതൊക്കെ. ഓക്കെ, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ്. അപ്പം നമ്മൾ ഇത് ചൂടാവുന്നതിലേക്ക് നാളികേരക്കൊത്ത് നാളികേരക്കൊത്ത് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കടല സൗണ്ട് കേൾക്കുന്നില്ലേ? ചൂടാവ് വിളിച്ചിട്ടുണ്ടേ, ചൂടാവ്. സോറിയേ, ടൈം കൊള്ളുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദ. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സ്കില്ലാത്തതുകൊണ്ട്. ഓക്കെ, ആയിട്ട് വെളിച്ചെണ്ണ ഈ സാധനം നമ്മളിടാണ്. അങ്ങനെ വില്ലേജ് സ്പൈസസിലെ ചേട്ടൻ പറഞ്ഞിട്ട് ഇത്തിരി നേരം ഇങ്ങനെ ഇതാക്കണമെന്ന്. അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തിരി നേരം ഇതാക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാളികേരക്കൊത്ത് നന്നായിട്ട് ഇതെൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒന്നല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞാൽ ഞങ്ങൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതാകൊണ്ടിരിക്കണേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി. അമ്മേടെ അടുത്ത് ഞാൻ സവോള മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറഞ്ഞത്. അമ്മ ഈ വെളുത്തുള്ളി ഭക്ഷണം വിചാരിച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മൾ വെളുത്തുള്ളി ഇടണമെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പൊട്ടിക്കുന്നത്. അങ്ങനെ തീ കുറച്ച് വയ്ക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇനി വെളുത്തുള്ളി ഒരു കളറൊക്കെ ആകുമ്പോൾ അമ്മ അരിഞ്ഞു വെച്ച് പോയ സവോള ഇടാം. എനിക്ക് പച്ചമണം തീരെ പറ്റില്ല കേട്ടോ. അതിൻ്റെ വഴന്ന് കൈ ഛർദ്ദിക്കാനൊക്കെ വരും. ഒരു പ്രശ്നമുണ്ട് ആർക്കെങ്കിലുണ്ടെങ്കിൽ. വെളുത്തുള്ളി ഇതിനേക്കാളും എന്താ പറയുക ഭീകരാണ് ഉള്ളി. എന്നെ കൊണ്ട് പറ്റില്ല. തിന്നാൻ കുഴപ്പമില്ലല്ലോ ഒന്ന്, പക്ഷെ ആ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. യെസ് മമ്മി. അയ്യോ, ഞാൻ അരിഞ്ഞു വെച്ചാൽ വേറെ സാധനമൊക്കെ ഒഴിക്കൂല. സക്സസ്. ഓക്കെ, ഇതൊക്കെ സംഭവമല്ലേ മമ്മി. ഓക്കെ, ചിൽ സാറ ചിൽ അമ്മേ. എന്നിട്ട് സവോളയും നമ്മൾ ഇളക്കണം കേട്ടോ. ഇത് ഇളകി ഇളകി ഒരു പരുവാവണമെന്നാണ് പറയുന്നത്. സൗണ്ട് പൊല്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഭയങ്കരമായിട്ട് വലുത് സാധനം നിർബന്ധമുണ്ട്. അങ്ങനെ ഇത്തിരി കൂടെ തെളിച്ചിട്ട് ഒഴിക്കാൻ തോന്നുന്നു. ഞാൻ ഇത്തിരി ഡയറ്റൊക്കെ ആയതുകൊണ്ടേ ഇച്ചിരിയൊക്കെ ഒഴിക്കണുള്ളൂ. പക്ഷെ ഓക്കെ, അപ്പം നമുക്ക്
ചെയ്യണം, ഇങ്ങനെ വളർത്തണം എന്നാണ് ആര് പറയുന്നത്, വില്ലേജിൽ ചേട്ടൻ പറയുന്നത്. പിന്നെ ആള് ഗരം മസാല ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗരം മസാല ഞാൻ എത്ര നോക്കിയാലും വീട്ടിൽ കാണാനില്ലേ. പിന്നെ ജോലിക്ക് പോയി അമ്മേനെ വിളിച്ച് ചോദിക്കുന്നത് മോശമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഇല്ല, വീട്ടിലുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോറി കേട്ടോ, കാണുന്നുണ്ടെങ്കിൽ ഓക്കെ. തേങ്ങ കൊത്തിട്ട് വെളുത്തുള്ളി ഇട്ട് സവാള ഇട്ടു. സോറി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ച പച്ചമുളക് ഒരു ദാക്ഷിണ്യമില്ലാതെ ഇടണം. 1 2 ഓക്കെ. എന്തോ ചാടിപ്പോയി. അരിഞ്ഞു വെച്ച പച്ചമുളക് നമ്മളിടണം. പിന്നെ ആള് പറയുന്നത് ഇതിലേക്ക് ഇത്തിരി കൂടെ ഉപ്പുണ്ട്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ഇടണം. കുറച്ചിടണുള്ളൂ. ആള് പറഞ്ഞുകൊണ്ടാണ് കുറച്ചധികം ഇടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഉപ്പ് കൂടി പോയതെങ്കിലും ഞാൻ വേറെ ഒന്നും വയ്ക്കണമെന്ന് പറഞ്ഞു മമ്മിയുടെ അടുത്ത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതും കൂടെ നന്നായിട്ട് വഴറ്റണം. പിന്നെ മറ്റേ ചേട്ടൻ താളിക്കണയിലാണ് ഇതിട്ടത്. ഞാൻ എന്താ ചെയ്യണേ, താളിക്കില്ല. അത് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കടുക് പൊട്ടിക്കുന്നില്ല. അപ്പം ഞാൻ ഈ മുളകും കൂട്ടിട്ടുണ്ട്. വെറൈറ്റി. ഓക്കെ. അതിന് ശേഷം പച്ചമുളക് മല്ലിയിട്ടോ മുളക് പൊടി ഇട്ടോ. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ഒരു കുഞ്ഞ ടീസ്പൂണാട്ടോ. അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ടിളക്കിയതിന് ശേഷം മുളക് പൊടി. ഓക്കെ. മുളക് കണക്കൊന്നും ഞാനില്ല കേട്ടോ. കണക്കൊന്നും എനിക്ക് എഴുതിയെടുക്കാനും അതൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. അത്ര മുളകൊക്കെ മതി. കുറച്ച് മുളകൊക്കെ വേണമെങ്കിൽ ഇടാം. മുളക് പൊടി നിങ്ങൾക്കിതൊന്നും കാണുന്നില്ല അല്ലേ? എനിക്കില്ല കായ്സ്. കാണിച്ചു തരാം കേട്ടോ. എപ്പോഴെങ്കിലും അല്ല, ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. മുളക് പൊടി, ഐ ലൈക്ക് സ്പൈസസ്. ഈശ്വര മുളക് പൊടി ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ ഈശ്വരത് കരിയും തോന്നുന്നുണ്ടെന്ന്. ഓക്കെ. നൈസ്. മുളക് പൊടി. അതിന് ശേഷം ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ പച്ചമണം ഇങ്ങനെ മാറാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇളക്കാൻ വേണം. കരിയില്ല, സമ്മതിക്കില്ല ഞാൻ കഴിയാൻ വേണ്ടിയിട്ട്. കുക്കർ വിസിലടിക്കണില്ല കേട്ടോ. ബ്ലോഗിലത്തെ ചേട്ടൻ്റെ കുക്കറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും പുറത്ത് പോകുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആയി തോന്നുന്നുണ്ട്. ഇങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ പേരെന്തായാലും തക്കാളി ഇട്ടിട്ട് വീണ്ടും നമ്മൾ വഴറ്റാണ് കേട്ടോ. തക്കാളി. ഓക്കെ. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി എനിക്ക് മനസ്സിലാവാത്ത ഈ കടൽ എന്താ ഭാഗത്തേന്നാണ് കേട്ടോ. അറിയില്ല. ഇതിട്ട് ഈ കുക്കറിൻ്റെ എന്തൂസിയാസം മനസ്സിലാവുന്നില്ല. ഇതിട്ട് ഞാനേ ഓഫ് ചെയ്താലോന്ന് ആലോചിക്കുന്ന ആരെ ഈ കുക്കറിനെ. കുറേ നേരം ഈ അംഗം വെട്ടി തുടങ്ങിയിട്ടേ 8 മിനിറ്റ് നമ്മൾ വീഡിയോ ഞങ്ങൾ കുക്കർ ഓഫ് ചെയ്യാം. അത്ര പറ്റില്ലല്ലോ. നമ്മുടെ മസാല ഇങ്ങനെ വരുന്നുണ്ട് എന്തുവായിട്ട്. ഇത് ഓഫ് ചെയ്യാം. മസാല ഓഫ് ചെയ്താലോ? ഓഫ് ചെയ്യണം കേട്ടോ. കാണിച്ചു തരാം മസാല എങ്ങനെ ഇരിക്കണമെന്ന്. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? ഇവിടെ അടിപൊളിയല്ലേ? അതെ, അടിപൊളിയാണ്. ഓക്കെ. ചില്ലി സാറസിൽ ഇനി ഈ സാധനം ഓണായിട്ട് അറിയാൻ പാടില്ല. ഞാനിതൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം അങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ ഷെൽഫുണ്ട്. ഈ തട്ടിൻ്റെ മുകളിൽ ഞങ്ങൾ ഷെൽഫ് പണിതിട്ട്. ഞാൻ ഫോണല്ലേ അവിടെയും ഇല്ല. ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. അമ്മേ, ഇത് എന്തോ മണം ഇങ്ങനെ ചുമക്കണ കഴിഞ്ഞിട്ടാണോ? മണം കേട്ടോ. ഗ്രേറ്റ് സ്മെൽ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അയ്യോ, വെറുതെ ഇരിക്കാൻ നമുക്ക് ഇത്തിരി കുരുമുളക് പൊട്ടിട്ടാലോ. 2-3 കുരുമുളക് പൊട്ടിച്ചിടാം കേട്ടോ. ഞാൻ കുരുമുളക് പൊട്ടിക്കുന്നത് വളരെ സാഹസികമായിട്ടാണ്. അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവും. കത്തി വെച്ച് ഞാൻ അതിനെ അമ്മക്കും എന്നിട്ടാണ് ഇടാൻ പോണേ കേട്ടോ.
ആ മക്കളൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല ഗായ്സ്. ഒരു മിനിറ്റ്. ഗോ ഗോ ഗോ. ഇതെന്ത് ചെയ്യണ്ട, ഞാൻ അതൊക്കെ വെച്ച് തുറക്കാൻ പോകും. എനിക്കൊന്നും വയ്യ, ക്ഷമിക്കാം. ആക്കല്ലേ. ഇതുപോലെ ഞാൻ ഇതിൽ വെച്ച് വേവിക്കും. കാരണം എന്തോരം നേരം വെച്ച് ഒരാളെ ക്ഷമിക്കുക ഒരു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫാസ്റ്റിങ് 12 മണിക്ക് അവസാനിക്കും. ആ ക്ലോക്ക് നോക്കണ്ട, അതല്ല. ഓക്കെ, ഞാൻ തുറക്കാൻ പോകണേ. തുറക്കാൻ പറ്റില്ല. ഈ കുക്കർ പൊട്ടിത്തെറിച്ച് ചത്തു എന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് കണ്ട വരുന്നതായിരിക്കും. പൊന്നു കുക്കറേ, മനുഷ്യന്മാരെ തെരിക്കണ്ടായിട്ടൊന്നും ചെയ്യുന്നു. തുറക്കുന്നില്ല ഗായ്സ്, പിന്നെ എയർ പോകുന്നില്ല. പ്രാർത്ഥിക്കണേ. കുക്കർ പൊട്ടിച്ചെറിച്ച് വെച്ചു. ഇതെൻ്റെ അമ്മ കാണില്ല, അതാണ് അമ്മയ്ക്ക് അറിയില്ല യൂട്യൂബ് ചാനലുള്ള കാര്യം. അതാണ് എൻ്റെ ഏക തീയതി. വീഡിയോ 11, എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ തന്നെ ഇങ്ങനെ ഇത്രയും സമയം എടുക്കുന്നതിൽ നോക്കേണ്ടത്. തുറക്കണോ? ചൂട് തുടങ്ങി, ക്ഷമിക്കണം. അറിയില്ല കേട്ടോ, എനിക്കിത് വെന്തോന്നൊന്നും മനസ്സിലാക്കാൻ കഴിവൊന്നുമില്ല. എന്നിട്ട് നോക്കട്ടെ. ഈ കുക്കറിന് എന്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോരം നേരം ഇത് ഇപ്പം ഇങ്ങനെ വെന്തോന്ന് നോക്കും. നമുക്ക് കത്തി വെച്ച് മുറിച്ച് നോക്കാം. വെന്തുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഈ സാധനം ഇതിലേക്ക് ഇടാം. കണ്ടല്ലേ പറഞ്ഞത്. ഓക്കെ, വേവാണ്. എന്നിട്ട് നിങ്ങൾ കത്തിക്കണം. നമുക്കിവിടെ എന്തൊക്കെ കാണണം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കടല കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വാവല്ലേ കടല. നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കിയാലോ രസത്തിന്. ഉപ്പുണ്ടെങ്കിൽ മുളകുണ്ട്. നല്ല മുളകുണ്ട്. കുറച്ചുകൂടി തക്കാളി ഇട്ടാലോ? ഉടുക്കത്തെ എരിവാണ്. കുറച്ച് ഉപ്പും കൂടി ഇടാം. പറ്റട്ടെ. ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ.